بسم الله الرحمن الرحيم. നൂറാനിയ മദ്രസ പറമ്പൂർ 19 1950കളുടെ കാലഘട്ടം. കേരളക്കരയുടെ മതവിദ്യാഭ്യാസ മേഖലയിൽ ഓത്തുപള്ളികളിൽ നിന്നും മദ്രസ സംവിധാനങ്ങളിലേക്ക് പുരോഗതി പ്രാപിക്കുന്ന സമയം. പറമ്പൂർ, പൂന്താനം, കണ്യാല, ആക്കപ്പറമ്പ്, കാര്യമാട് എന്നീ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർ പൂന്താവനം സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന മതവിദ്യാലയത്തെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. ഒട്ടനവധി പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ സ്വന്തമായി കെട്ടിടം തുടങ്ങി മത അധ്യാപനം നടത്തുവാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും SYS പ്രഥമ പ്രസിഡന്റുമായ പൂന്താനം N അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവിഭക്ത പറമ്പൂർ, പൂന്താനം മഹല്ല് നിവാസികൾ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. N അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഹിദായത്തുൽ ഉമ്മ എന്ന സംഘമാണ് മദ്രസ സ്ഥാപിക്കുന്നതിനും നിർമ്മാണത്തിനും ചുക്കാൻ പിടിച്ചത്. ഈ പ്രദേശത്തെ പൗരപ്രമുഖനും ധനാഢ്യനും ദാനശീലനും ആയിരുന്ന പറമ്പൂർ മൈദുട്ടി ഹാജിയുടെ മകൻ ഉണ്ണീൻ എന്ന കുഞ്ഞിപ്പു സാഹിബ് എന്നവർ മദ്രസയ്ക്ക് വേണ്ടി 43 സെന്റ് സ്ഥലം വഖഫ് ചെയ്തതോടുകൂടി ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിലേക്കുള്ള ജാലകം തുറക്കപ്പെട്ടു. 1962 ജൂലൈ 29 രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് നിയമവ്യവസ്ഥിതികളെ ആയാസകരമാക്കി. ഈ പ്രദേശങ്ങളിലെ പൗരപ്രമുഖരുടെയും സാധാരണക്കാരുടെയും പണ്ഡിതന്മാരുടെയും ആശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി 1962 പാലക്കാട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ അൽ മദ്രസത്തുൻ നൂറാനിയ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 1962 ഒക്ടോബർ 14 910 എന്ന നമ്പറിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ നിന്നും അംഗീകാരം ലഭിച്ചതോടുകൂടെ പ്രദേശവാസികളുടെ അഭിലാഷം സഫലമായി. അബ്ദുള്ള മുസ്ലിയാർക്ക് പുറമെ പറമ്പൂർ ഉണ്ണിക്കമ്മു ഹാജി, തോളൂർ കുഞ്ഞിപ്പു ഹാജി, പറമ്പൂർ നെച്ചിക്കാട്ടിൽ പോയിൻകുട്ടി ഹാജി, പറമ്പൂർ പുത്തൻപുരക്കൽ മുഹമ്മദ് സാഹിബ്, പറമ്പൂർ കുഞ്ഞിത്തേനു മാസ്റ്റർ, കോണിക്കൊഴിയൻ ഉണ്ണി മൊയ്തീൻ, കാരയിൽ സൈദാലി ഹാജി, മദാരി അഹമ്മദ് കുട്ടി ഹാജി, കോതോർത്ത് ഉപ്പായി, പറമ്പൂർ മൊയ്തു എന്ന വാപ്പു, പറമ്പൂർ കുഞ്ഞാപ്പ, കോണിക്കൊഴിയൻ ഇബ്രാഹിം മാസ്റ്റർ, കോണിക്കൊഴിയൻ ബാപ്പു ഹാജി, പറമ്പൂർ അഷ്റഫ് മുതലായവർ ആയിരുന്നു പ്രഥമ കമ്മിറ്റി ഭാരവാഹികൾ. പറമ്പൂർ, പൂന്താനം പ്രദേശങ്ങളിലെ ഏതാണ്ട് എല്ലാ വ്യക്തികളുടെയും ഗുരുവര്യരായി പറമ്പൂർ ജുമാ മസ്ജിദിൽ ദർസ് നടത്തിയിരുന്ന സമസ്ത മുഫത്തിഷു കൂടിയായിരുന്ന എടക്കര സ്വദേശി MM അബൂ സിദ്ദീഖ് മുസ്ലിയാർ ആയിരുന്നു പ്രഥമ സ്വദർ മുഅല്ലിം. നീണ്ട 60 വർഷക്കാലത്തോളം പറമ്പൂർ മഹല്ല് ഖാദിയായി സേവനമനുഷ്ഠിച്ചിരുന്ന TT അബ്ദുള്ള മുസ്ലിയാർ, കോണിക്കുഴിയിൽ പരീദ് മുസ്ലിയാർ, സ്കൂൾ അധ്യാപകൻ കൂടിയായിരുന്ന പുലാമന്തോൾ അലവി മാസ്റ്റർ അടക്കമുള്ള ഉന്നത ശീർഷരായ പണ്ഡിതന്മാരായിരുന്നു പ്രഥമ ഉസ്താദുമാർ. നീണ്ട 63 വർഷക്കാലത്തിനിടയിൽ TC അബ്ദുൽ കരീം മുസ്ലിയാർ എടപ്പാൾ, സിറാജുദ്ദീൻ മുസ്ലിയാർ ചെർപ്പുളശ്ശേരി, സൈനുദ്ദീൻ മുസ്ലിയാർ വണ്ടൂർ, സയ്യിദ് ഹുസൈൻ കോയത്തങ്ങൾ പയ്യനാട്, കുരിക്കൽ മുഹമ്മദ് ഫൈസി പറമ്പൂർ, ഉമർ ബാക്കവി മേലാറ്റൂർ, പൂന്താനം മഹല്ല് ഖാദി ആയിരുന്ന വെള്ളിയഞ്ചേരി അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങി ഉന്നത ശീർഷരായ പണ്ഡിതന്മാരാണ് സ്വദർ മുഅല്ലിമുകളായി അധ്യാപനത്തിന് നേതൃത്വം നൽകിയത്. 2022 മുതൽ അരീച്ചോല സ്വദേശിയായ ഉസ്താദ് മുജീബുർ റഹ്മാൻ ഫൈസി സ്വദർ മുഅല്ലിമായി തുടർന്നു വരുന്നു. കുരിക്കൽ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, കൊടക്കാടൻ കുഞ്ഞാണിമൊല്ല, നെടിയേടത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കൊണ്ടിപ്പറമ്പ് ഉസ്മാൻ മുസ്ലിയാർ, വെട്ടത്തൂർ ഹംസ മുസ്ലിയാർ, മതിലകത്ത് KC മുഹമ്മദ് മുസ്ലിയാർ, ഹംസ മുസ്ലിയാർ മേലാറ്റൂർ, വേങ്ങൂർ ഉമ്മർ മുസ്ലിയാർ, പാണ്ടിക്കാട് PK അബ്ദുള്ള മുസ്ലിയാർ, അരീച്ചോല മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ വിവിധ കാലഘട്ടങ്ങളിൽ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചു. സുദീർഘമായ 36 വർഷക്കാലത്തോളം നാട്ടുകാരനും പറമ്പൂർ മഹല്ല് ഖാദിയുമായ കുരിക്കൽ മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകൾ സേവനമനുഷ്ഠിച്ചതും നീണ്ട 4 പതിറ്റാണ്ട് കാലത്തോളം പാണ്ടിക്കാട് PK അബ്ദുള്ള മുസ്ലിയാരുടെ അധ്യാപനവും നീണ്ട 26 വർഷക്കാലത്തെ അരീച്ചോല മുഹമ്മദ് മുസ്ലിയാരുടെ സേവനവും പ്രദേശവാസികൾ ഇന്നും ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്ന അനുഭൂതികളാണ്. പുത്തൻകുളം അബൂബക്കർ, TT വാപ്പുട്ടി ഹാജി, നെടിയേടത്ത് മുഹമ്മദ് സ്വാലിഹ്, പാറമ്മൽ കാണേറ്റിൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയവർ നൂറാനിയക്ക് അറിവിൻ പ്രകാശം ചൊരിഞ്ഞുകൊടുത്ത നാട്ടുകാരായ ഉസ്താദുമാരിൽ പ്രമുഖരാണ്. പറമ്പൂർ PC ചെറിയ മുഹമ്മദ്, ചീനിക്കൽ മുഹമ്മദ് ഹാജി, കാരയിൽ അബ്ദു ഹാജി, തൊട്ടിക്കുളയൻ അഹമ്മദ് കുട്ടി, മാമ്പ്ര അബ്ദുള്ള ഹാജി, TT മൊയ്തീൻ കുട്ടി ഹാജി, കാരയിൽ മുഹമ്മദ് ഹാജി, മേക്കാടൻ കുഞ്ഞിപ്പു ഹാജി, കുറുപ്പത്ത് കുഞ്ഞാലി ഹാജി, തിരുത്തിയമ്പുറത്ത് യൂസുഫ്, കാരയിൽ സൈദാലി തുടങ്ങിയവർ മദ്രസയെ നയിച്ച് മൺമറഞ്ഞു പോയവരിൽ ചിലരാണ്.
രാജാതിരാജനായ റബ്ബ് ഖബർ ജീവിതം ധന്യമാക്കട്ടെ എന്ന പ്രാർത്ഥനാപൂർവം നിറമിഴിയോടെ സ്മരിക്കുകയാണ്. അഡ്വക്കേറ്റ് തോളൂർ അഹമ്മദ്, കാരയിൽ അബ്ദുറഹ്മാൻ എന്ന വാപ്പുഹാജി, അബ്ദുൽ അസീസ് എന്ന വാപ്പുട്ടി ഹാജി, പാറമ്പൽ മുഹമ്മദ് അലി ഹാജി, അമാനത്ത് അബ്ദുഹാജി എന്നിവർ നൂറാനിയയുടെ പ്രവർത്തന വീതികളിൽ നെടുനായകത്വം വഹിച്ച പ്രധാനികളാണ്. 6 പതിറ്റാണ്ടിനിടക്ക് അവിസ്മരണീയമായ പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും നൂറാനിയ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട പണ്ഡിത സദാത്യങ്ങളിൽ ഉന്നത ശീർഷരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അമാനത്ത് കോയണ്ണി മുസ്ലിയാർ, ശുഗപുരം ഉസ്താദ്, സയ്യിദ് അഹമ്മദ് മുഹിയുദ്ദീൻ നൂരിഷാ തങ്ങൾ ഹൈദരാബാദ്, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് നൂറാനിയ പ്രശോഭിതമായിട്ടുണ്ട്. പ്രതിവർഷങ്ങളിലെ മർഹൂം KT മാനു മുസ്ലിയാരുടെ ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന പ്രഭാഷണ പരമ്പര അവിസ്മരണീയമായ ചരിത്ര താളുകളാണ്. മണ്ണിക്കുന്നൻ സൈനുദ്ദീൻ സാഹിബ് പ്രസിഡന്റും TP ഉമ്മറുകുട്ടി സെക്രട്ടറിയും കാരയിൽ കുഞ്ഞിക്കോയ ട്രഷറർ ആയ കമ്മിറ്റിയാണ് മദ്രസയുടെ ദൈനംദിന പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കാരയിൽ മുത്തു എന്ന മുസ്തഫ വൈസ് പ്രസിഡന്റായും ഉമ്മർ പുത്തൻകുളം, ഇബ്രാഹിം കാരയിൽ എന്നിവർ സെക്രട്ടറിമാരായും മദ്രസയുടെ പ്രവർത്തന മികവുകൾക്ക് ഊർജം പകരുന്നവരാണ്. കുഞ്ഞി മുഹമ്മദ് എന്ന കുഞ്ഞാൻ മാമ്പ്ര, സുബൈർ എലാന്തിക്കൽ, അസീസ് പത്താക്കൽ, അബ്ദുറഹ്മാൻ മാമ്പ്ര, സക്കീർ ചാന്തുള്ളി, അഷ്റഫ് തയ്യിൽ, ഫാറൂഖ് കുരിക്കൽ, സൈഫുദ്ദീൻ കുറുപ്പത്ത്, നാസർ കാരയിൽ, ബഷീർ പുത്തൻകുളം, അക്ബർ വലിയതൊടി, അസീസ് ചാലിയത്തൊടി, ഉമ്മർ മണ്ണിക്കുന്നൻ, ഷംസുദ്ദീൻ കള്ളാടക്കാടൻ, ബഷീർ പാറമ്പൽ, ഹസ്സൻ അമാനത്ത്, സയ്യിദ് വലിയതൊടി എന്നിവർ എക്സിക്യൂട്ടീവ് ഭാരവാഹികളായി മദ്രസ കമ്മിറ്റിക്ക് ശക്തി പകരുന്നവരാണ്. ഒരു പ്രദേശത്തിന്റെ ആത്മീയ, വൈജ്ഞാനിക, ധാർമ്മിക മുന്നേറ്റങ്ങൾക്ക് വഴിവട്ടം കാണിച്ച് 63 ആണ്ടുകൾ പിന്നിട്ട് 2500ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിച്ച് നൂറാനിയ മദ്രസയിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലായി ഉസ്താദ് മുജീബുർ റഹ്മാൻ ഫൈസി അരീച്ചോല, മുഹമ്മദ് സ്വാലിഹ് ഫൈസി നന്മിനി, മുഹമ്മദ് ഇഖ്ബാൽ ഫൈസി നന്മിനി, മുഹമ്മദ് ഷമ്മാസ് ഫൈസി നെല്ലൂർ തുടങ്ങിയവർ ഉസ്താദുമാരായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയും 150-ൽ പരം വരുന്ന വിദ്യാർത്ഥികൾ പഠനം നടത്തുകയും ചെയ്യുന്നു. തലമുറകളിലൂടെ വൈജ്ഞാനിക വെട്ടം കൈമാറി മദ്രസയുടെ പുരോഗമന പ്രവർത്തനങ്ങൾ യഥാസമയം തുടർന്നുകൊണ്ടിരുന്നു. മദ്രസ രൂപീകരണ കാലത്ത് 5 വരെയുള്ള ക്ലാസുകൾ കൊണ്ട് തുടക്കം കുറിച്ച് ഹയർ സെക്കൻഡറി തലം ഉൾപ്പെടെ വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിച്ചിരുന്നു എന്നത് മദ്രസയുടെ അക്കാദമിക് മികവിന്റെ മകുടോദാഹരണങ്ങളാണ്. ദേശീയപാതയുടെ ഓരം ചേർന്ന് മദ്രസയുടെ വരുമാന സ്രോതസ്സുകൾക്ക് വേണ്ടി ജനങ്ങളുടെ സഹായ സഹകരണത്തിന്റെ ഫലമായി 2002, 2007, 2013 എന്നീ വർഷങ്ങളിലായി ഘട്ടം ഘട്ടമായി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവും മദ്രസയുടെ മുന്നോട്ടുള്ള ഗമനങ്ങൾക്ക് ശക്തി പകർന്നു. മുസ്തഫ എന്ന കാരയിൽ മുത്തുവിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. പൈതൃക പാരമ്പര്യത്തെ നെഞ്ചേറ്റി നേർച്ച വഴിപാടുകളും സഹായ സഹകരണങ്ങളും മദ്രസയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സഹായകമായി. മാമ്പ്ര മൈമൂന എന്ന മഹദിയുടെ ജീവിത വഴികളിൽ പ്രപിതാക്കൾ കൈമാറിയ തിരൂർക്കാട് BV ഉമ്മയുടെ ആണ്ട് നേർച്ച ഇന്നും മദ്രസ വിദ്യാർത്ഥികളിലൂടെ യാഥാർത്ഥ്യമാകുന്നു എന്നത് നഗ്നസത്യമാണ്. വിദ്യാർത്ഥികളുടെ ദൈനംദിന ജീവിത ചിട്ടകളെ മെച്ചപ്പെടുത്താൻ മദ്രസയിൽ പ്രവർത്തിച്ചിരുന്ന നിസ്കാര റൂം പൊതുജനങ്ങളെയും നാട്ടുകാരെയും പരിഗണിച്ച് ഷെയ്ഖുന MT അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വിദേശ സഹായങ്ങൾ ഉൾപ്പെടുത്തി 2017-18 വർഷങ്ങളിൽ നിസ്കാരപ്പള്ളിയായി പരിവർത്തിക്കപ്പെട്ടു. പൂർവ്വ വിദ്യാർത്ഥി സംഘം സെക്രട്ടറി നൂറുദ്ദീൻ TTയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമായിരുന്നു. 2013 ഏപ്രിൽ 19-ന് നൂറാനിയ മദ്രസയുടെ 50-ാം വാർഷിക ഗോൾഡൻ ജൂബിലി മഹാസമ്മേളനം മദ്രസ മുറ്റത്ത് മനോഹരമാവുകയും സമ്മേളന വിജയം മദ്രസയുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്തു. വൈജ്ഞാനിക പാരമ്പര്യ സരണിയിൽ പഴമയുടെ തനിമയും ആധുനികതയുടെ പുതുമയും മേളിച്ച് ഉദാരമതികളായ ജനങ്ങളുടെ സഹകരണത്തോടെ വിശിഷ്യ പറമ്പൂർ 19 എന്ന പ്രദേശത്തിലെ ഗ്രാമവാസികളായ സാധാരണക്കാരായ സ്നേഹജനങ്ങളുടെ സഹായ സഹകരണങ്ങളുടെ കർമ്മഫലമായി കെട്ടിലും മട്ടിലും പുതുപുത്തൻ ഭാവവാതായനങ്ങൾ സമ്മാനിച്ച് നവ്യാനുഭൂതിയോടെ വിദ്യയുടെ അക്ഷരഗോപുരം സമുദായ സമക്ഷം സമർപ്പിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച നൂറാനിയ മദ്രസ നവീകരണ കെട്ടിട നിർമ്മാണത്തിന്റെ നാൾ വഴികളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. 2021 ഡിസംബർ 12 ഞായറാഴ്ച മദ്രസയിൽ വെച്ച് ചേർന്ന കമ്മിറ്റി ഭാരവാഹികളുടെയും പ്രദേശത്തെ പൗരപ്രമുഖരായ വ്യക്തിത്വങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും
സംയുക്ത യോഗത്തിലാണ് നൂറാനിയ മദ്രസ കെട്ടിട പുനർനിർമ്മാണത്തിന് തീരുമാനമെടുക്കുന്നത്. കുരിക്കൽ മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകൾ കൺവീനറായി 13 അംഗ നിർമ്മാണ കമ്മിറ്റി നിലവിൽ വരികയും തുടർ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. 2022 ഒക്ടോബർ 12 ബുധനാഴ്ച രാവിലെ 7 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ജനറൽ ഷേഖുന ഷേഖുൽ ജാമിഅ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചതോടുകൂടി നിർമ്മാണ പ്രവർത്തന മേഖലകളിൽ പുരോഗതി കൈവരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലെ സാമ്പത്തിക സ്രോതസ്സുകളുടെ അനിവാര്യതകൾക്കിടയിൽ സഹോദരി സഹോദരന്മാരെയും പൂർവ്വ വിദ്യാർത്ഥിനികളെയും ഉൾപ്പെടുത്തി കമ്മിറ്റി ആവിഷ്കരിച്ച ടൈൽസ് ചലഞ്ച് ശ്രദ്ധേയമായി. തുടർന്ന് ഏകദേശം 3 വർഷങ്ങൾക്കുള്ളിൽ 56 ലക്ഷം രൂപ ചെലവഴിച്ച് 4050 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നൂറാനിയ മദ്രസയുടെ നവീകരിച്ച കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 2025 വർഷക്കാലഘട്ടങ്ങളിലെ പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ഭാഗമായും അത്യാധുനിക അക്കാദമിക് സംവിധാനങ്ങൾ മദ്രസകളിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര മേഖലകളിൽ പ്രശംസനീയമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി മികവാർന്ന അധ്യാപന സൗകര്യത്തോടെയുള്ള ഡിജിറ്റൽ ക്ലാസ് റൂം സംവിധാനങ്ങളോടെ ക്ലാസ് റൂമുകൾ പ്രവർത്തനയോഗ്യമാക്കി. ഗ്രാമപ്രകൃതിയുടെ സപ്തസൗന്ദര്യവും വശ്യതയും പൂത്തുലഞ്ഞു നിൽക്കുന്ന മാമലകൾ മനോഹാരിത തീർത്ത പറമ്പൂർ 19 എന്ന പ്രദേശത്തിന്റെ സുഹൃതത്തിന്റെ വിഹായസിലേക്ക് ജ്ഞാനഗോപുരത്തിന്റെ കവാടം മലക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് സകലതും സമർപ്പിച്ച ഉലമാക്കളുടെയും ഉമറാക്കളുടെയും എണ്ണമറ്റ സാധാരണക്കാരായ ദീനി സ്നേഹികളുടെയും ഊർജ്ജസ്വലമായ ജീവിത നിയോഗങ്ങളുടെ ചാരിതാർത്ഥ്യം അഭിമാനകരമായ അസ്തിത്വവുമായി രോമാഞ്ചജനകമായ ജൈത്രയാത്ര തുടരുകയാണ്. 7 പതിറ്റാണ്ടിലേക്ക് നടന്നെടുക്കുന്ന നൂറാനിയയുടെ ചരിത്രവീഥികളിൽ നിസ്വാർത്ഥ സേവനങ്ങളുടെയും ഉള്ളുതൊട്ട പ്രാർത്ഥനകളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുടെയും സാക്ഷ്യപത്രമായി വിജയവീഥിയിൽ വെള്ളവും വളവും നൽകിയ മഹാമനുഷ്യകളെ സന്തോഷത്തിന്റെ നിറവാർന്ന കൺമിഴികളോടെ സ്മരിക്കുകയാണ്. മദ്രസയുടെ സുസ്ഥിരമായ അസ്ഥിവാരത്തിന് ഭൂമി വഖഫ് ചെയ്ത് പ്രതിസന്ധികൾക്ക് പരിഹാരമേകിയ പറമ്പൂർ മൈതുട്ടി ഹാജി മകൻ ഉണ്ണീൻ എന്ന കുഞ്ഞിപ്പു സാഹിബ്, മദ്രസ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാർമ്മികത്വം വഹിച്ച നൂറാനിയയുടെ മുഖ്യശില്പി എൻ അബ്ദുള്ള മുസ്ലിയാർ, കാലത്തിന്റെ കനൽപദങ്ങളിൽ ആത്മാർത്ഥ സഹകരണത്തിന്റെ മഹാമനസ്കത കൊണ്ട് ശക്തിയും ചേതനയും പകർന്ന് കാവലും ആലംബവുമായി നിന്ന പറമ്പൂർ പൂന്താനം മഹല്ല് നിവാസികൾ, ഇല്ലായ്മയും വല്ലായ്മയും നിറഞ്ഞ ജീവിത ചുറ്റുപാടുകൾക്കിടയിലും പിടിയരികളെ കൊണ്ട് മദ്രസയെ തളരാതെ പിടിച്ചവർ, ബാലപാഠങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ സ്വന്തം വീടുപോലെ മദ്രസയെ നെഞ്ചേറ്റിയവർ, ഹിമപദങ്ങളാൽ തണുത്തുറഞ്ഞ പാതിരാത്രികളിൽ ഉറക്കമുറ്റിയ കൺകളാൽ ലേലം വിളിക്കായി ഉണർന്നിരുന്നവർ, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റങ്ങളിൽ സമയബന്ധിതമായി കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി നടപ്പിലാക്കിയ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ, കഠിന പ്രയത്നത്തിലൂടെയും സമർപ്പണബോധത്തിലൂടെയും മദ്രസ എന്ന സ്വപ്ന യാഥാർത്ഥ്യത്തിനു വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി അണിഞ്ഞൊരുങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് ജനസഞ്ചയങ്ങളെ തലമുറകളിലൂടെ വൈജ്ഞാനിക പ്രസരണ വീതിയിൽ കൈപ്പിടിച്ചാനയിച്ച ഉസ്താദുമാർ, നാടും വീടും വിട്ടകന്ന് കടലിനപ്പുറത്തു നിന്നും നാടിന്റെ നാനോന്മുഖ ഉന്നതി കിനാവ് കണ്ട് അകമഴിഞ്ഞ് സഹായിച്ച പ്രവാസി സഹോദരങ്ങൾ, നൂറാനിയയുടെ പുരോഗമന വീതിയിൽ കാവൽ ഭടന്മാരായി പ്രവർത്തന മികവിനാൽ നെടുനായകത്വം വഹിച്ച കമ്മിറ്റി ഭാരവാഹികൾ, അങ്ങനെ നിരവധി മഹാമനുഷ്യകൾ, ഇരുവീട്ടിലും അവർക്കർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ നാഥ എന്ന പ്രാർത്ഥനയോടെ ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രത്യാശിക്കുകയാണ്.